നമ്മൾ ഇന്ന് നോക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഹരണ നിയമങ്ങൾ എന്ന് പറയും. എന്താണ് ഹരണ നിയമം അഥവാ ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത്? വലിയ സംഖ്യകളെ ഏത് സംഖ്യ കൊണ്ട് എളുപ്പത്തിൽ ഹരിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഹരണ സാധ്യത അഥവാ ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് വലിയ സംഖ്യകളെ. ഓക്കെ, ശരിക്കും നമുക്ക് 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെയാണ് നമുക്കൊരു ഡിവിസിബിലിറ്റി റൂൾസ് ആയിട്ട് പഠിക്കേണ്ടത്. ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് ഈ ഒരു 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെയും ഡിവിസിബിലിറ്റി റൂൾസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു വലിയ നമ്പർ കണ്ടാൽ നമുക്ക് ഏതൊക്കെ നമ്പർ കൊണ്ട് ആ സംഖ്യേനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റൂൾസ് പഠിക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3216 ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും ഇതൊരു ഇരട്ട സംഖ്യയാണ് അല്ലേ? കാരണം ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ഈ നമ്പർ ഒരു ഇരട്ട സംഖ്യയാണ്. ഈ നമ്പർ 2 ഡിവിസിബിൾ ആയിരിക്കും എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. ഇനി ഏതൊക്കെ സംഖ്യകളിൽ ഈ നമ്പർ ഡിവിസിബിൾ ആവും എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഡിവിസിബിലിറ്റി റൂള് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് 2ന്റെ ഹരണ നിയമമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഏറ്റവും എളുപ്പമായിട്ടുള്ള സംഭവമാണ് 2ന്റെ ഹരണ നിയമം. ഒന്നുമില്ല, എന്താണ്? ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 2, 4, 6, 8. 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ആ സംഖ്യ 2ന്റെ ഗുണിതമാണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ലാസ്റ്റ് നമ്പർ എന്ത് നോക്കിയാൽ മതി? ഈ പറയുന്ന ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കിയാൽ മതി. ഇതിലിപ്പോൾ 4 അതുപോലെ തന്നെ ഇതിലിപ്പോൾ 8. അപ്പം പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും? 2 ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പം ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ആ സംഖ്യ 2ന്റെ ഗുണിതമാണ്. ഇനിയിപ്പോൾ ഇതല്ലാണ്ട് ഇതിനേക്കാൾ എത്ര വലിയ നമ്പർ തന്നാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും എന്തെന്ന്? ആ സംഖ്യയിൽ 2 ഡിവിസിബിൾ ആണോ എന്നുള്ളത്. കാരണം എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, രണ്ടാമത്തിലേക്ക് കടക്കുകയാണ്. 3ന്റെ ഹരണ നിയമം. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാമെങ്കിൽ, ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാമെങ്കിൽ ആ സംഖ്യ 3ന്റെ ഗുണിതമാണ്. അപ്പം 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുക. ഈ കൂട്ടി കിട്ടുന്ന നമ്പർ 3ന്റെ ഗുണിതം ആണെങ്കിൽ, അഥവാ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും? ആ സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും. നമുക്ക് എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ 3216. എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സംഖ്യയിലെ എല്ലാ നമ്പേഴ്സും തമ്മിൽ, എല്ലാ ഡിജിറ്റ്സും തമ്മിൽ കൂട്ടി നോക്കുക. 3 + 2 + 1 + 6. 3, 2, 5. 5, 1, 6. 6, 6, 12. 12 3 ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് പറയാം? ഈ നമ്പറിലും 3 ഡിവിസിബിൾ ആയിരിക്കും. ഇപ്പം നമുക്കറിയാം 12 3 ഡിവിസിബിൾ ആണ്. ആയിരിക്കും ഈ 3216 എന്ന് പറയുന്ന നമ്പറിലും 3 ഡിവിസിബിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ, നമ്പേഴ്സ് എല്ലാം പരസ്പരം കൂട്ടുന്നു. 1 + 5 + 7 + 3 + 6. 1, 5, 6. 6, 2, 8. 8, 7, 15. 15, 3, 18. 18, 6, 24. 24 3 ഡിവിസിബിൾ ആണ് അല്ലേ? 24 3 ഡിവിസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും? ഈ നമ്പറിലും 3 ഡിവിസിബിൾ ആയിരിക്കും. ഇനി 24 3 ഡിവിസിബിൾ ആണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിലെ നമ്പർ തമ്മിൽ അങ്ങ് കൂട്ടി നോക്കിയാൽ മതി. 2 + 4 6. 6 3 ഡിവിസിബിൾ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും? 24 ഡിവിസിബിൾ ആണ്. 24 ഡിവിസിബിൾ ആണെങ്കിൽ ഈ നമ്പറിലും ഡിവിസിബിൾ ആണ്. ഓക്കെ, നമുക്കിതിൻ്റെ കുറച്ചുകൂടി എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? നമ്മൾ ചെയ്ത് നോക്കുക അല്ലേ? ആദ്യം ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കുക. 1324. 1 + 3 + 2
പ്ലസ് 4, 3 1 4, 4 2 6, 6 4 10, 10 3 ഡിവിസിബിൾ അല്ലേ? അപ്പം അത് തെറ്റാണ്. ഇനി ബി നോക്കുകയാണെങ്കിൽ 1 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 3 4, 4 3ൻ്റെ ഗുണിതമോ അല്ല. 1440, 1 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 0 എന്ത് വരും? 4 4 8 1 9, 9 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 9 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും? ഈ നമ്പറും 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതേണ്ടത്, നമുക്ക് മനസ്സിൽ തന്നെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ നോക്കാം. 6 1 7, 7 7 14, 14 3 ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് ഈ നമ്പറിലും ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1318. 1 പ്ലസ് 3 4, 4 1 5, 5 8 13, 13 ഡിവിസിബിൾ അല്ല. ഇനി 8 5 13, 13 4 17, 17 2 19, 19 3 22, 22 3 ഡിവിസിബിൾ അല്ല. ഇനി 6 7 13, 13 3 16, 16 2 18, 18 എന്താണ്? 3 ഡിവിസിബിൾ ആണ്. 18 3 ഡിവിസിബിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഈ നമ്പറിലും 3 ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റത്തെ ഓപ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18 287. 8 1 9, 9 2 11, 11 8 19, 19 7 26, 26 എന്തായിരിക്കും? 26 3 ഡിവിസിബിൾ അല്ല. ഇനി 1003, 1003 പറയുമ്പോൾ 3 1 4, 4 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 1601, 1 6 7, 7 1 8, 8ലും ഡിവിസിബിൾ അല്ല. പിന്നെ 1434, 4 1 5, 5 3 8, 8 4 12, 12 എന്താണ്? 3 ഡിവിസിബിൾ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. ഓക്കെ, 4ൻ്റെ ഹരണ നിയമം. ഒരു സംഖ്യയിലെ അവസാന 2 അക്കങ്ങൾ പൂജ്യങ്ങളാവുകയോ അല്ലെങ്കിൽ അവസാന 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 4 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ 4ൻ്റെ ഗുണിതമാണ്. അതായത് 4ൻ്റെ ഹരണ നിയമം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 അക്കങ്ങളാണെന്ന് അത് തീരുമാനിക്കുന്നത്. എത്ര വലിയ സംഖ്യ ആയാലും എന്തായിരിക്കും? ആ ലാസ്റ്റ് 2 ഡിജിറ്റ്, ഒന്നുകിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കും എന്നാ പറഞ്ഞത്? 0 ആയിരിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ചേരുന്ന സംഖ്യേനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു നമ്പർ തന്നെങ്കിൽ നമ്മൾ ഈ സംഖ്യയിൽ 4 ഈ സംഖ്യയിൽ 4 ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ ലാസ്റ്റിലുള്ള 2 ഡിജിറ്റ് മാത്രമാണ് നോക്കേണ്ടത്. ലാസ്റ്റിലുള്ള 2 ഡിജിറ്റ്. 32 4 ഡിവിസിബിൾ ആണോ? 32 4 ഡിവിസിബിൾ ആണ്. കാരണം 8 × 4 അല്ലേ? 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 32. 8 × 4 32. അപ്പോൾ 32 4 ഡിവിസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും? ഈ 25132 എന്ന് പറയുന്ന സംഖ്യയിലും 4 ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. 2 എന്തായിരുന്നു? 2 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ ഒന്നും നോക്കണ്ട. 2 ഡിജിറ്റ് 0 ആണെങ്കിൽ എന്തായിരിക്കും? അത് 4 ഡിവിസിബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 32. 32 നമ്മൾ ഓൾറെഡി പറഞ്ഞു, 32 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വലിയ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് അവസാന 2 അക്കങ്ങൾ പൂജ്യങ്ങളാകുകയോ അല്ലെങ്കിൽ അവസാന 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 4 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ 4ൻ്റെ ഗുണിതമാണ്. ലാസ്റ്റ് 2 ഡിജിറ്റാണ് കേട്ടോ. ലാസ്റ്റ് 2 ഡിജിറ്റാണ് നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കേണ്ടത്. അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആയാലും മതി. ഓക്കെ, ഇപ്പം ലാസ്റ്റ് 2 ഡിജിറ്റ് 0, ഇപ്പം 700 800 900 ഈ നമ്പേഴ്സിനൊക്കെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ഒന്നും നോക്കേണ്ട, എന്തായിരിക്കും? അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അഥവാ ആ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾസ് നോക്കാം കൂടുതൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 4 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്?
എന്ത് നോക്കണം? ഫസ്റ്റ് നമ്പർ നോക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷനിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 86 അപ്പോൾ 86 4 ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4, 2, 8, ബാക്കി 6 അല്ലേ? ഡിവിസിബിൾ അല്ല, പൂർണ്ണമായിട്ടും ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 34 നമുക്ക് നോക്കാൻ പറ്റും. 8, 4, 32, പിന്നെ 36 അപ്പോൾ 34 എന്തായാലും വരില്ല. നെക്സ്റ്റ് 20 നമുക്കറിയാം I4 20 അപ്പം അത് ഓക്കെ ആണ്. അപ്പം ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ലാസ്റ്റ് നമുക്ക് നോക്കേണ്ട 14 14 എന്തല്ല? 4 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. 42 ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 10, 4, 40, പിന്നെ 44 അടുത്ത മൾട്ടിപ്പിൾ വരിക. അപ്പോൾ 42 എന്തല്ല? 4 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 94 നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 100 എന്തായാലും മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാം. അപ്പം അതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ 96, പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലാണെങ്കിൽ 92, അപ്പോൾ 94 എന്തല്ല? മൾട്ടിപ്പിൾ അല്ല. 06 പറയുമ്പം 6 തന്നെയാണ്. 6 എന്തല്ല? മൾട്ടിപ്പിൾ അല്ല. ലാസ്റ്റ് വരുന്നത് 08 എന്താണ്? മൾട്ടിപ്പിൾ ആണ് അല്ലേ? 8ൻ്റെ 4 × 2 8. അപ്പം സ്വാഭാവികമായിരിക്കും എന്തായിരിക്കും? ഈ നമ്പറും 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ 83, 19, 38 എന്തൊക്കെയാണ്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. 38 വരില്ല, കാരണം 10, 4, 40 പിന്നെ വരുന്നത് 30. അതിൻ്റെ ബാക്കിലേക്ക് പോകണമെങ്കിൽ 36 വരും, 38 വരില്ലല്ലോ. അപ്പോൾ 38 എന്തല്ല? 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് 43, 21, 90. ലാസ്റ്റ് നമ്പർ 90, ലാസ്റ്റ് 2 ഡിജിറ്റ് 90 ഡിവിസിബിൾ അല്ല. കാരണം നമ്മൾ നോക്കുക, നേരത്തെ നോക്കിയാൽ 100, 96, 92, പിന്നെ ബാക്കോട്ട് വന്നാൽ 88 വരിക. ഓക്കെ, അപ്പോൾ 88 കഴിഞ്ഞാൽ പിന്നെ 92 ആണ്. അപ്പം 90 എന്തല്ല? 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് വരുന്നത് 89, 13, 00. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ ഈ 2 0 ഉള്ളത് കണ്ടില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 2 0 ഉള്ളത് വേഗം പോയി കുത്താം. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ പറഞ്ഞതെന്ന് മാത്രമാണ്. 2 0 കണ്ട് എന്തായിരിക്കും ആൻസർ? അത് തന്നെയായിരിക്കും ആൻസർ. കാരണം 2 0 ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പറിൽ 4 പൂർണ്ണമായും ഡിവിസിബിൾ ആയിരിക്കും. ലാസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 വരുന്നത്. 10 എന്തല്ല? 4 ഡിവിസിബിൾ അല്ല. ഓക്കെ, അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. 5ൻ്റെ ഹരണ നിയമം. 5ൻ്റെ വളരെ എളുപ്പമാണ്. എന്താണ്? ഒരു സംഖ്യയിലെ അവസാന അക്കം 0 ആവുകയോ 5 ആകുകയോ ചെയ്താൽ ആ സംഖ്യ 5ൻ്റെ ഗുണിതമാണ്. ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഒന്നുകിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അങ്ങനെയുള്ള എല്ലാ നമ്പറും 5 0 ആവുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? 5ൻ്റെ ഗുണിതമായിരിക്കും, അല്ലെങ്കിൽ ആ നമ്പേഴ്സിൽ 5 പൂർണ്ണമായും ഡിവിസിബിൾ ആയിരിക്കും. ഇപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ 1500. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക, 0 ആണ്, 5ൽ ഡിവിസിബിൾ ആണ്. ലാസ്റ്റ് 1225, ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. എങ്ങനെ വന്നാലും നമുക്കത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 1300 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. 1435, ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. മറ്റ് എക്സാമ്പിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഭവമാണ് 5ൻ്റെയും 10ൻ്റെയും ഒക്കെ. ഒരു എക്സാമ്പിൾ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 5ൻ്റെ ഗുണിതം ഏത്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. 3 അല്ല, 6 അല്ല, 0. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 6ൻ്റെ ഹരണ നിയമം. ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കുകയും, അതായത് 2ൻ്റെ ഗുണിതം അല്ലേ, അതേസമയം അത് 3ൻ്റെ ഗുണിതമാവുകയും ചെയ്താൽ ആ സംഖ്യ 6ൻ്റെ ഗുണിതമാണ്. എളുപ്പമാണ് അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ച 2 റൂൾസ്, അതായത് 2ൻ്റെയും 3ൻ്റെയും റൂൾസിൻ്റെ മിക്സാണ് എന്തെന്ന്? 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. നമ്മൾ 2ൻ്റെ നമുക്ക് ഒന്നും പണിയൊന്നുമില്ല. 2ൻ്റെ എന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് ഈ 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ എന്തായിരിക്കും? അത് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി 3ൻ്റെ ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്തത്? നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കും. നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും? ആ തന്നിരിക്കുന്ന നമ്പറും 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും മിക്സ്. അപ്പോൾ 2ൻ്റെയും സാറ്റിസ്ഫൈ ആവണം, 3ൻ്റെയും സാറ്റിസ്ഫൈ ആവണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് 6ൻ്റെ
മൾട്ടിപ്പിൾ ആയിരിക്കും ആ നമ്പർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് ഫസ്റ്റ് നമ്മൾ എപ്പോഴും എന്താക്കണം, ഇരട്ട സംഖ്യ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 6 ഇവിടെ 2 6. അപ്പോൾ എന്താണ്, രണ്ടും ഇരട്ട സംഖ്യയാണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 3 3 ചെക്ക് ചെയ്യുമ്പം 1 + 5 6, 6ഉം 2 8, 8 1 9, 9ഉം 3ഉം 12, 12 6 18 വരും. 18 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും, ഈ നമ്പറും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായിരിക്കും, 6ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്പർ 4 + 5 9, 9 + 3 12, 12 6 18, 18 തന്നെ. 18 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും, തന്നിരിക്കുന്ന ഈ നമ്പർ എന്തായിരിക്കും, 3ൻ്റെതും ആയിരിക്കും. പിന്നെ 2ൻ്റെതും ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, 6ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഇനി ഇപ്പം നമുക്ക് നമ്പർ ഇപ്പം പെട്ടെന്ന് ഇപ്പം 105 തന്നു, 105 തന്നിട്ട് 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചോദിച്ചാൽ എന്താ, നമുക്ക് ഒറ്റയടിക്ക് പറയാൻ അല്ലാതെന്ന്. കാരണം എന്താണ്, ഇത് എന്തല്ല, ഇരട്ട സംഖ്യയല്ല. അതായത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ അല്ല ഇത്. 2ൻ്റെയും 3ൻ്റെയും ആയാലും മാത്രമേ എന്താ ചെയ്യൂ, 6ൻ്റെത് ആകൂ. അപ്പോൾ 2ൻ്റെ അല്ലാത്തത് നമുക്ക് ഒറ്റയടിക്ക്, ഒറ്റ സംഖ്യയിൽ എല്ലാ നമ്പറിനെയും നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഓപ്ഷനിൽ വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ നമ്പർ ഇരട്ട സംഖ്യയാണ് ആദ്യം ചെക്ക് ചെയ്യുക. 2ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് അതങ്ങ് വെട്ടിക്കളയുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്ഷനിൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡിയിൽ ലാസ്റ്റ് 5 വരുന്നുണ്ട്. അപ്പോൾ 5 തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ഒരു ഇരട്ട സംഖ്യയല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അത് വെട്ടിക്കളയാം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയുള്ള 3 നമ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ മതി, 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ മാത്രം ചെക്ക് ചെയ്താൽ മതി. 6ൻ്റെ തന്നാലാണ് പറയുന്നത്. 3 4 7, 7 1 8, 8 2 10, 14 18, 18 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും, ഓപ്ഷൻ എ എന്നായിരിക്കും ആൻസർ വരിക. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി 3ഉം 2ഉം 5, 5 9ഉം 14, 14 6ഉം 20 26, 26 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 3ഉം 4ഉം 7, 7 7 14, 14ഉം 6ഉം 20, 20ഉം 22, 22 എന്തല്ല, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 2ൻ്റെ അല്ലേ, 2ൻ്റെ ഡിവിസിബിൾ അല്ലാത്ത ഒറ്റ സംഖ്യ ഉണ്ട് നോക്കണം. ഓപ്ഷൻ സി ഒറ്റ സംഖ്യയാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 3 1 4, 4ഉം 7ഉം 11, 11 1 12, 12 20, 22, 22 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 5 1 6, 6ഉം 4ഉം 10, 10ഉം 17, 17ഉം 6ഉം 23 അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ഡി 5 1 6, 6 1 7, 7 4 11, 11 7 18, 18 എന്താണ്, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ അപ്പോൾ ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഓടാണ്, നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഓടാണ്, നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ഓപ്ഷൻ മാത്രമേ നോക്കേണ്ടൂ നമുക്ക്. 3 1 4, 4 7 11, 11ഉം 2 13, 13ഉം 7ഉം 20ഉം 28, 28 എന്തല്ല, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 4 1 5, 5ഉം 2ഉം 7, 7ഉം 4ഉം 11, 11ഉം 8ഉം 19, 19ഉം 8ഉം 19 8ഉം 27 അല്ലേ. 27 എന്ന് പറയുന്നത് എന്താണ്, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 9 × 3 ആണ് 27. അപ്പോൾ 27 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും, ഈ നമ്പർ 3ൻ്റെയും 6ൻ്റെയും 2ൻ്റെയും എല്ലാം മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്കിവിടെ ചോദിച്ചത് 6ൻ്റെ ആണ് നോക്കാൻ പറ്റുന്നത്. അപ്പം 3ൻ്റെയും 2ൻ്റെയും മൾട്ടിപ്പിൾ ആയ സ്ഥിതിക്ക് എന്തായിരിക്കും, 6ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ സി. നെക്സ്റ്റ് 7ൻ്റെ ഹരണ നിയമം. 7ൻ്റെ ഹരണ നിയമം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയെ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറക്കുക. ഈ രീതി തുടരുമ്പോൾ ലഭിക്കുന്ന 2 അക്ക സംഖ്യ 7ൻ്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 7ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയെ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, അതേ പാറ്റേൺ തന്നെ തുടരും. അങ്ങനെ കുറച്ച് വന്നിട്ടുള്ള നമ്പർ 7ൻ്റെ ഗുണിതമാണെങ്കിൽ എന്തായിരിക്കും, ആ തന്നിരിക്കുന്ന സംഖ്യ 7ൻ്റെ ഗുണിതം ആയിരിക്കും. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കാം. അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും അത്. ഒരു എക്സാമ്പിൾ പറയാം. 2835. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഇരട്ടി.
നമ്മൾ പറഞ്ഞത് അവസാനത്തെ അക്കം അല്ലേ, അവസാന അക്കത്തിൻ്റെ ഇരട്ടീന. അതായത് ഇവിടെയുള്ള അവസാന അക്കം ഏതാണ്? 5. അതിന് ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 5ൻ്റെ ഇരട്ടി 10. ആ നമ്പറിനെ ബാക്കിയുള്ള സംഖ്യകളിൽ നിന്ന് കുറക്കുകയാണ് വേണ്ടത്. അതായത് 283 എന്ത് കുറക്കണം? 5ൻ്റെ ഇരട്ടി 10 കുറക്കണം. 10 കുറച്ചിട്ടാകുമ്പോൾ എന്ത് വരും? 273. ഇനി ഇവിടുന്ന് വീണ്ടും ലാസ്റ്റ് നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഇരട്ടി 6. അത് കുറച്ചാൽ എന്ത് വരും? നമുക്ക് 21. 21 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ, കാരണം 7 × 3 ആണ് 21. അപ്പോൾ 21 മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്തായിരിക്കും? 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2422. ലാസ്റ്റ് ഡിജിറ്റിന് ഇരട്ടി അല്ലേ, 2 × 2 4. 242 4 കുറച്ചാൽ 238. നെക്സ്റ്റ് 8 × 2 16. 23 16 കൊടുക്കണം, എന്ത് വരും? 7. അപ്പോൾ 7 എന്ന് പറയുന്ന നമ്പർ 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ എന്താണ്? 2422 എന്ത് തന്നെയാണ്? 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് 2-3 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 7ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യ ഏത്? എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്ന് എടുത്തിട്ട് നോക്കേണ്ടി വരും. ഫസ്റ്റ് 5263. 5263. 3ൻ്റെ ഇരട്ടി 6. 520. നെക്സ്റ്റ് 0 0 0 0. അപ്പോൾ 52. 52 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല, കാരണം 7 × 7 49 ആണ്. പിന്നെ എന്താ വരിക? അടുത്ത മൾട്ടിപ്പിൾ 56 ആണ് വരിക. അപ്പോൾ 52 അല്ല. നെക്സ്റ്റ് 6373. 3 × 2 6. 6 കുറച്ചാൽ എന്ത് വരും? 631. നെക്സ്റ്റ് 1 × 2 2 അല്ലേ, അപ്പോൾ 63 2 കുറച്ചാൽ 61. 61 എന്തല്ല? 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ആ നമ്പർ 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് 7383. 3ൻ്റെ ഇരട്ടി എത്രയാണ്? 6. 6 കുറച്ചാൽ 732. ഇനി 2ൻ്റെ ഇരട്ടി 4. 4 73 4 കുറച്ചാൽ എന്ത് വരും? 69. 69 എന്തല്ല? 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ആ നമ്പറും 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ലാസ്റ്റ് ഓപ്ഷൻ 8393. 3 × 2 6. 6 കുറച്ചാൽ 833. വീണ്ടും 6. 77. 77 എന്താണ്? 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 77 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 11 × 7 ആണ് 77. സോ എന്തായിരിക്കും? ഈ നമ്പറും 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പം 7ൻ്റെ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പം ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് 2ൻ്റെ ആണെങ്കിൽ എന്ത് നോക്കിയാൽ മതി? 8ൻ്റെ പറയുന്നതിന് മുമ്പേ ശ്രദ്ധിക്കണം. ഇത് 2ൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ, 2ൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ആണ്. അതേസമയം 4ൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കണം. ഇനി 8ൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കേണ്ടി വരും. 8ൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കേണ്ടി വരും. കാരണം 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതേസമയം നമ്മൾ 4ൻ്റെ റൂളിലേക്ക് എത്തിയപ്പോൾ എന്തായി? അവസാനത്തെ 2 ഡിജിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇനി 8ൻ്റെ റൂളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി അല്ലേ, അതിൻ്റെ ഇരട്ടിയാണ് 8. 4ൻ്റെ ഇരട്ടി 8 ആകുമ്പോൾ എന്താകും? ലാസ്റ്റത്തെ 3 ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ 8ൻ്റെ ഹരണ നിയമം പറയാം. ഒരു സംഖ്യയിലെ അവസാന 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അവസാനം 3 അക്കങ്ങളിൽ പൂജ്യങ്ങളായാലോ ആ സംഖ്യ 8ൻ്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പം 3 ഡിജിറ്റുള്ള നമ്പേഴ്സിലൊന്നും ഈ റൂളിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഇപ്പം 878 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് 8ൻ്റെ 8ൽ ഡിവിസിബിൾ ആണോ നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ റൂളിൽ എന്തെങ്കിലും ഇതുണ്ടോ? അവസാനത്തെ 3 നമ്പർ ചെക്ക് ചെയ്യാനാണ് നമ്മൾ റൂളിൽ പറയുന്നത്. അപ്പം ഇവിടെ ആകെ 3 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് നമ്മൾ നോർമലായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും, ഇഷ്ടമുണ്ടോ നോക്കേണ്ടി വരും. അങ്ങനെ അല്ലാണ്ട് കുറച്ച് വലിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പം 15 ലക്ഷം അങ്ങനെ 6-7 ഡിജിറ്റൊക്കെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യാം? നമുക്ക് ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്?
എങ്ങനെ ചെക്ക് ചെയ്യണം നമ്മൾ? ഫസ്റ്റ് വന്നിട്ടുള്ളത് 4938. അപ്പോൾ അതിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എടുക്കുക, 938. അപ്പോൾ 938 8 ഡിവിസിബിൾ ആണോ നോക്കുക. 8 1 13 1 8 5 58 അല്ലേ? 58 പോകില്ല. അപ്പോൾ എന്തായിരിക്കില്ല? 938 8 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 118 നോക്കുകയാണെങ്കിൽ 1 8 3 38 ഡിവിസിബിൾ അല്ല, പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആവില്ല. ഓപ്ഷൻ സി നോക്കാം. 478 478 8 5 40 7 78 ആകുമ്പോൾ അല്ല, പോസിബിൾ അല്ല. 78 പോസിബിൾ അല്ല. ലാസ്റ്റ് 464 8 നോക്കുവാണെങ്കിൽ 46 ഇല്ല, 46 വരുമ്പം 5 അല്ലേ? 8 5 40 ഓപ്ഷൻ. ബാക്കി 6 4 4 8 × 8 64 അല്ലേ? ഇതിലിപ്പോൾ പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണ്, ശിഷ്ടമൊന്നും വരില്ല, പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ 8ൻ്റെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലാസ്റ്റത്തെ 3 ഡിജിറ്റ് എടുക്കുക, ആ 3 ഡിജിറ്റിൽ 8 ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഡിജിറ്റൊക്കെയുള്ള നമ്പറൊക്കെ ആണെങ്കിൽ ഈ റൂളിന് വലിയ പ്രസക്തിയൊന്നുമില്ല, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക, 156. 156 8 ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യുക. 8 നോക്കി 7 76 76 എന്തല്ല, ഡിവിസിബിൾ അല്ല. 692 8 64 52 വരും. 52 പൂർണ്ണമായിട്ടും പോവില്ലല്ലോ. ഇനി 418 418 5 40 1 18 ആവില്ല, 18 പൂർണ്ണമായിട്ട് ഡിവിസിബിൾ അല്ല. ലാസ്റ്റ് 240 ആകുമ്പം 3 24 0 0. ഓക്കെ, 24 എന്താണ്? പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും എന്തെന്ന് ആൻസർ ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റൂള് പറയുമ്പം ലാസ്റ്റ് 3 ഡിജിറ്റും 0 ആണെങ്കിൽ എന്താണ് അത്? 8ൽ ആ നമ്പറിൽ 8 പൂർണ്ണമായും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണുപൂട്ടി ഓപ്ഷൻ തിരഞ്ഞെടുക്കും, ഓപ്ഷൻ ബി അല്ലേ? ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ഓപ്ഷൻ ബിയിൽ. അപ്പോൾ എന്തായിരിക്കും? അതായിരിക്കും അതിൻ്റെ ആൻസർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുൾ നമ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഇപ്പോൾ ഇതിൽ 700 ചെക്ക് ചെയ്യുക, ഇതിൽ 006 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 6ൽ എന്തായാലും ഡിവിസിബിൾ അല്ല. പിന്നെ ഇതിൽ ആണെങ്കിൽ 68 നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഡിവിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 8ൻ്റെ ഹരണ നിയമം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 9ൻ്റെ ഹരണ നിയമം. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ 9ൻ്റെ ഗുണിതമാണ്. അതായത് നമ്മൾ 3ൽ പറഞ്ഞ പോലെ തന്നെയാണ്. 3ലാണെങ്കിൽ നമ്മൾ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ടാണ് പറഞ്ഞത്. 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ 9ലേക്ക് വരുമ്പോൾ എന്താണ്? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ അക്കങ്ങളുടെ തുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കാം. ഇതിലെ നമ്പേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 1 + 5 അല്ലേ? 6 6ഉം 2ഉം 8 8ഉം 1 9 9ഉം 3ഉം 12 12ഉം 6 18 18 7ഉം 25 25 2ഉം 27 വരും. ഇപ്പോൾ ഈ 27 എന്ന് പറയുന്ന നമ്പറിൽ 9 ഡിവിസിബിൾ ആണോ നോക്കണം അല്ലേ? 9 × 3 27. അപ്പോൾ എന്തായിരിക്കും? 27 എന്തായിരിക്കും? 9 ഡിവിസിബിൾ ആണ്. സോ എന്തായിരിക്കും? ഈ തന്നിരിക്കുന്ന നമ്പറിലും എന്തായിരിക്കും? 9 ഡിവിസിബിൾ ആയിരിക്കും. സോ അപ്പം ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ 9ൻ്റെ ഗുണിതമാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 963 9 + 6 15 15 3ഉം 18 18ൽ 9 ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 963ലും 9 ഡിവിസിബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ എത്ര വലിയ നമ്പേഴ്സ് ആയാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. നമ്പേഴ്സ് മാത്രം കൂട്ടി വെക്കുക, ആ കൂട്ടി കിട്ടുന്ന സംഖ്യയിൽ 9 ഡിവിസിബിൾ ആവുമോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഫസ്റ്റ് നോക്കുക, 4827. ആഡ് ചെയ്ത് നോക്കുക. 4ഉം 8ഉം 12, 12ഉം 2ഉം 14, 14ഉം 7ഉം 21, 21 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 5 7 12, 12ഉം 4ഉം 16, 16 2 18, 18 എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ എന്തായാലും ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, പിന്നെ ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആയിരിക്കും എന്തായിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് കടക്കാം. ഫസ്റ്റ് നോക്കാം. 1 + 8 9, 9ഉം 2ഉം 11, 11ഉം 8ഉം 19, 19ഉം 7ഉം 26, 26ൽ എന്തല്ല? 9 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 8 + 5 13, 13ഉം 4ഉം 17, 17ഉം 2ഉം 19, 19ഉം 3ഉം 22, 22ൽ ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 6 + 0 6 + 7 13, 13ഉം 3ഉം 16, 16 2ഉം 18. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 18ൽ 9 ഡിവിസിബിൾ ആണ്. നെക്സ്റ്റ് 2456, 4 2 6, 6 6 12 5 17 ഡിവിസിബിൾ അല്ല. 5 7 12, 12ഉം 2ഉം 12ഉം 9ഉം 21, 21 4ഉം 25 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 7 8ഉം 15, 15 4 19, 19ഉം 3ഉം 22, 22 5ഉം 27, 27ൽ 9 ഡിവിസിബിൾ ആണ്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി. ഇനി ഈ 9ന്റെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 9,5794 എന്ന് പറയുന്ന നമ്പറിൽ നമ്മൾ കൂട്ടി വരുന്ന സമയത്ത് ഈ 9 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അപ്പോൾ ഈ 9 എന്ന് പറയുന്ന നമ്പർ ശരിക്കും നമ്മൾ എന്താക്കേണ്ട? കൂട്ടി നോക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം 9 എന്തായാലും 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 9ന് ശരിക്കും ഈ ഒരു കൂട്ടലിൽ വലിയ റോളില്ല. 9നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ മതി. 5ഉം 7ഉം 12, 12 4 16, ഈ ഇത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. 9 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ഒരുപാട് 9 ഉണ്ടാവും. ഇങ്ങനെ 9 9 എന്നെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 9നൊന്നും നമ്മൾ എന്താക്കണ്ട? മൈൻഡ് ചെയ്യേണ്ട. ബാക്കിയുള്ള ഡിജിറ്റ് മാത്രം കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കൂട്ടാൻ പറ്റും. ഇനി അങ്ങനെയല്ല 9 കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് 10ന്റെ ഹരണ നിയമം. ഒരു സംഖ്യയിലെ അവസാന അക്കം എന്തായിരിക്കണം? 0 ആകണം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1280, ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0. 13,600 അല്ലേ? 13,600 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0. അതിൻ്റെ മുമ്പത്തെ ഡിജിറ്റ് 0 ആണെന്നുള്ളവരുടെ പ്രസക്തി ഇല്ല. ലാസ്റ്റ് ഡിജിറ്റ് എന്തായാൽ മതി? 0 ആയാൽ മതി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 10ൻ്റെ വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള എല്ലാ നമ്പറും എന്തായിരിക്കും? 10ൽ ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 11ന്റെ ഹരണ നിയമം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം 0 11ന്റെ ഗുണിതമോ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ നല്ല കുറച്ചുകൂടി ക്ലിയർ ആവും. 3773. ആദ്യം നമ്മൾ 3 എടുക്കുക. പിന്നെ അതിൽ 1 ഇടവിട്ട സംഖ്യ എന്ന് പറയുമ്പം ഈ 7 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യയാണ് 1 ഇടവിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത്. അപ്പം ഈ 1 ഇടവിട്ടിട്ടുള്ള അക്കങ്ങളുടെ തുക നമ്മൾ എടുക്കുക. 3ഉം 7ഉം 3ഉം 7ഉം എത്രയാണ്? 10. അതുപോലെ തന്നെ ഇപ്പുറവും അല്ലേ? ഇവിടെ 7, അതിൻ്റെ 1 ഇടവിട്ടുള്ള സംഖ്യ ഏതാണ്? നെക്സ്റ്റ് 3 ആണ്. അപ്പം ഇതിൻ്റെ തുക എടുക്കുക. 7ഉം 3ഉം 10. ഈ രണ്ട് തുകയുടെ വ്യത്യാസം, അതായത് 10 - 10, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ? ഈ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ എന്തായിരിക്കും? ആ നമ്പറിൽ 11 പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 0 ആണ്. സോ അപ്പോൾ എന്തായിരിക്കും? ഈ 3773 എന്ന് പറയുന്നത് 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഏത് നമ്പറിലായാലും ഏത് രണ്ടക്ക സംഖ്യകളാണെങ്കിലും 1 ഇടവിട്ട തുക വരും. ഇപ്പം 37 ആണെങ്കിലും ഇവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് 3 മറ്റൊന്ന് 7 അങ്ങനെ വരും അല്ലേ? ഇനി ഇപ്പം 37 ആണെങ്കിൽ നമ്മൾ 7 - 3 ചെയ്ത് നോക്കിയാൽ എന്ത് വരും? നമ്മൾ 4 വന്നതുകൊണ്ട് തന്നെ എന്താണ്? അത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓ, അത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 253. ഇവിടെ ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറയുമ്പം 2 കഴിഞ്ഞാൽ പിന്നെ ഒന്നിടവിട്ട സംഖ്യ എന്ന് പറയുന്നത് 3 അപ്പോൾ 2 3 നമ്മൾ ആഡ് ചെയ്യും 5. ഇനി മറ്റ് ഇപ്പം ഇവിടെ 5-ന് ഒന്നിടവിട്ട അടുത്ത സംഖ്യ ഒന്നും വേറെ ഇല്ല, 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുക, നമ്മൾ 5 മാത്രം എടുക്കും. അപ്പോൾ 5 - 5 0. 253 എന്താണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി വലിയൊരു സംഖ്യ എടുക്കാം. 8 2 9 4 6 2 7. ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ 8 പിന്നെ അതിൻ്റെ ഒന്നിടവിട്ട സംഖ്യ 9 8 9 17 17 6 23 23 7 30. ഫസ്റ്റ് സെറ്റ് 30 വരും. അതുപോലെ തന്നെ മറ്റൊരു സെറ്റും കൂടി വരുമല്ലോ ഇവിടെ, 2 4 6 6 2 8. അപ്പം 30 - 8 എന്ത് വരും 22. 22 എന്ന് പറയുന്നത് എന്താണ് 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11ൻ്റെ മൾട്ടിപ്പിളൊക്കെ എല്ലാവരും കുറേക്കും 11 22 33 44 അങ്ങനെ പോകും. അപ്പം 22 11ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ വലിയ നമ്പർ എന്തായിരിക്കും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 2-3 എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. താഴെ തന്നിരിക്കുന്നവയിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഫസ്റ്റ് 1212. 1212 1 1 2. അതുപോലെ തന്നെ ഇവിടെ 2 2 4. ഇപ്പം നമ്മൾ 2 4 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വലുതെന്ന് ചെറുത് കുറച്ച് നോക്കിയാൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. വലുത് ഏതാ വലുത് അതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ഇപ്പം 4 2 ആണെങ്കിൽ 4 - 2 2 അല്ല. ഓക്കെ, നെക്സ്റ്റ് 1211. 1211 ആണെങ്കിൽ 1 + 1 ഇവിടെ 2 ഇവിടെ 2 + 1 3. അപ്പം 3-ന്ന് 2 കുറച്ച് നോക്കിയാൽ മതി. 3-ന്ന് 2 കുറച്ചാൽ എന്ത് വരും 1 വരും. അതും എന്തല്ല 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് 1221. 1 3 ഇവിടെ 2 1 3 3 - 3 0. 0 വന്നാൽ എന്താണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 1221 എന്താണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതെന്ന് ആൻസർ വരിക. മറ്റൊരു എക്സാമ്പിൾ 18 257. 1 2 3 3 7 10 8 5 13. അപ്പം 13 - 10 എന്ത് വരും 3. അപ്പോൾ എന്ത് വരും 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് 53 625. ഓക്കെ, ആഡ് ചെയ്ത് നോക്കുക. 5 6 11 11 5 11 5 16. ഇവിടെ 3 2 5 16 5 ആയാൽ 11. 11 എന്തായാലും 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4 5 6 7 8 9 4 0. അപ്പോൾ 4 6 10 10 8 18 18 4 22. ഫസ്റ്റ് സെറ്റ് 22 വരും. ഇവിടെ 5 7 12 12 9 21 21. അപ്പം 22 - 21 വരും. സോ 1 എന്തല്ല 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് 5 4 8 5 7 2 6 6. 5 8 13 13 7 20 20 26 വരും. ഇവിടെയാണെങ്കിൽ 4 5 9 9 2 11 11 6 17 17 26 17 പോയാൽ 9 വരും അല്ലേ. 9 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ എന്തല്ല അതും ഓപ്ഷൻ ആ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് 87 52 43. ഈ ഒരു നമ്പർ 8 5 13 13 4 17 17. നെക്സ്റ്റ് സെറ്റ് വരും 7 2 9 9 3 12 5. അതുമല്ല. നെക്സ്റ്റ് 93 45 51 20. ഈ ഒരു നമ്പർ നോക്കാം. 9 4 13 13 5 18 18 2 20 20 കിട്ടി. നെക്സ്റ്റ് സെറ്റ് എന്ത് വരും 3 5 8 8 1 9 9 0. അപ്പോൾ 9. അപ്പോൾ 20 9 പോയാൽ എന്ത് വരും 11. അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ്. കാരണം 11 എന്താണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഈ നമ്പർ എന്തായിരിക്കും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ അപ്പം
നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് 1 മുതൽ 11 വരെ, 2 മുതൽ 11 വരെ. അപ്പോൾ 2 മുതൽ 11 വരെ, ഇതിൽ 2 നമുക്കറിയാം ഇരട്ട സംഖ്യയാണ്, നോക്കാൻ ഒക്കെ സിമ്പിളാണ്. പിന്നെ 3 നോക്കണമെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് 3ൻ്റെ മൾട്ടിപ്പിളാണ് നോക്കിയാൽ മതി. 4 അവസാനത്തെ 2 ഡിജിറ്റ്, 5 എളുപ്പമാണ്, 6 2 3 വരും. 7 കുറച്ച് ഡിഫിക്കൽട്ടായിട്ടും അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന സംഭവം 7ആണ്. എന്ത് ചെയ്യണം, ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഡബിൾ എടുത്തിട്ട് ബാക്കി നമ്പേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യാൻ വേണ്ടത്. പിന്നെ 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്, 9 ആണെങ്കിൽ എന്താണ് നമ്പർ ആഡ് ചെയ്തിട്ട് 9ൻ്റെ മൾട്ടിപ്പിളാണ് നോക്കണം. 10 ആണെങ്കിൽ വളരെ എളുപ്പമാണ്. 11 കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്, എന്നാലും എളുപ്പമാണ്. സ്പീഡായാലും നമുക്ക് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അത് ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് 2-3 നമ്പേഴ്സിനെ കൂടി നോക്കാം. ബാക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അതിൻ്റെ 2-3 പ്രോബ്ലംസും കൂടി നോക്കുമ്പോൾ ക്ലിയർ ആവും ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് കഴിയും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് 12ൻ്റെയാണ്. അപ്പോൾ 12ൻ്റെ ഹരണ നിയമം നമ്മളോട് ചോദിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച റൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 12ൻ്റെ ഹരണ നിയമം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി 13, 17, 19 ഇതൊക്കെ എന്താണ്, പ്രൈം നമ്പേഴ്സാണ് അല്ലേ. 13, 17, 19 ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. ഇങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സിന് നമുക്ക് ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രൈം നമ്പേഴ്സിന് നമ്മൾ ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ പ്രൈം നമ്പേഴ്സ് നമ്മൾ മറന്നാളാം. ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇനി 12ൻ്റെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ 12നെ നമ്മൾ പിരിച്ചെഴുതാം. 12 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, 2 × 6, 2 × 6 എഴുതാം. അതുപോലെ തന്നെ 3 × 4 എഴുതാം. പിന്നെ സ്വാഭാവികമായിട്ട് 1 × 12 എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ 6ൻ്റെ റൂൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തത്, 2ൻ്റെയും 3ൻ്റെയും ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ശരിക്കും 12ൻ്റെ. പക്ഷേ അതിൽ 6ൻ്റെ ആണെങ്കിൽ 2ഉം 3ഉം നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഒരു സെറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയെന്നുള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 കോമ്പിനേഷൻ ഉണ്ട് ഇപ്പോൾ ഇവിടെ. 6ഉം 2ഉം ഉണ്ട്, 3ഉം 4ഉം ഉണ്ട്, 1ഉം 12ഉം ഉണ്ട്. ഓക്കെ, 1ഉം 12ഉം എന്തായാലും അത് ഒഴിവാക്കാം, നമുക്കത് അതെന്തായാലും അല്ല. ഇനി നമ്മളൊരു കോമ്പിനേഷൻ എടുക്കുമ്പം ആ 2 എണ്ണം തമ്മിൽ വേറെ ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 നമ്പേഴ്സിൻ്റെ എന്താ പറയുക, HCF അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉസാഗ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, HCF അഥവാ ഉസാഗ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2ഉം 6ഉം നമ്മൾ എടുത്തു വെച്ചോ. 2ഉം 6ഉം എടുത്താൽ നമ്മൾ 2ലും 6ലും നോക്കുകയാണെങ്കിൽ 2 ഒരു കോമൺ ഫാക്ടറാണ് അല്ലേ. 2ലും 6ലും പോകുന്ന നമ്പറാണത് 2. അങ്ങനെയുള്ള നമ്പർ ഉണ്ടായിക്കൂടെ. ഇപ്പോൾ 2ലും 6ഉം എടുത്താൽ 2ൽ 2 ഡിവിസിബിളാണ്, 6ലും 2 ഡിവിസിബിളാണ് അല്ലേ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന പെയർ എന്ന് പറയുന്നതിൽ അപ്പം ഇതിൻ്റെ HCF എത്രയാണ്, 2ആണ്. ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 2ആണ്. നമ്മൾ സെലക്ട് ചെയ്ത നമ്പറിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്ര ആയിരിക്കണം, 1 ആയിരിക്കണം. അപ്പോഴും 1 ആയിരിക്കണം. ഇപ്പം നമ്മൾ 3ഉം 4ഉം എടുത്ത് നോക്കുകയാണെങ്കിൽ 3ഉം 4ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ വേറെ ഇല്ലല്ലോ. അപ്പോൾ HCF ഏത് തന്നെയാണ്, 1 തന്നെയാണ്. HCF 1 ആണ്. അപ്പോൾ നമ്മൾ 12ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, 3ൻ്റെയും 4ൻ്റെയും ഡിവിസിബിലിറ്റി റൂളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നും കൂടി പറയാം. 12ൽ നമ്മൾ നോക്കുമ്പം മെയിനായിട്ട് 2 പെയറാണ് വരിക. ഒന്നുകിൽ 2ഉം 6ഉം വരും ഒരു സെറ്റിൽ, മറ്റു സെറ്റിൽ 3ഉം 4ഉം. ഓക്കെ, ഇതാണ് 12ൻ്റെ ഘടകങ്ങൾ വരുന്നത്. ഇപ്പോൾ 2ഉം 6ലും കോമൺ ആയിട്ടുള്ള ഒരു നമ്പറാണ് 2. ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്, 2ആണ്. ഇനി 3ലും 4ലും നോക്കുമ്പോൾ HCF ഏതാ വരിക, 1 വരിക. അതല്ലാണ്ട് വേറെ കോമൺ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ 12ൻ്റെ ഡിവിസിബിലിറ്റി റൂള് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ HCF 1 ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ, അതായത് 3ഉം 4ഉം. 3ൻ്റെ 4ൻ്റെയും നമ്മൾ ചെക്ക് ചെയ്യുമ്പം അത് ഓക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ആ നമ്പർ 12ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 6ൻ്റെ പറയുമ്പോൾ 2ഉം 3ഉം ആണ്. അപ്പോൾ 12ൻ്റെ ആണെങ്കിൽ 3ഉം 4ഉം. പിന്നെ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, 3ഉം 4ഉം ആണെന്ന് നമുക്കിത് ഈ ഒരു സംഭവം ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നമ്മളിപ്പം 12ൻ്റെതും 16ൻ്റെതും 18ൻ്റെതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞത് 12ന്റെ ഹരണനിയമം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അതായത് 6 നമ്മൾ പറഞ്ഞ 2ലും 3, 6 പറഞ്ഞ അതേപോലെ 2, 3 എന്ന് പറഞ്ഞ പോലെ 12ന്റെ ആണെങ്കിൽ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 18 മറ്റൊരു എക്സാമ്പിളാണ് 18. ഇപ്പോൾ 18ന്റെ റൂൾ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിനെ നമ്മൾ ആ ഗുണന പട്ടിക രീതിയിൽ എഴുതാൻ ശ്രമിക്കും അല്ലേ. ഇപ്പോൾ 18 നമുക്ക് എങ്ങനെ എഴുതാം, 1, 18. ഇനി ഇതിൽ 3, 6 നോക്കുവാണെങ്കിൽ ഇതിൽ കോമൺ ഫാക്ടർ HCF എന്ന് പറയുന്നത് 1 ആണോ, അല്ല. കാരണം 3, 6 നോക്കുമ്പോൾ 2ലും 3 ഡിവിസിബിൾ ആണ് അല്ലേ. 3 2ലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 ഇവിടെ 2. അതായത് ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 ആണ്. അതേസമയം 2, 9 നോക്കുകയാണെങ്കിൽ ഏതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, 1 ആണ് വരിക അല്ലേ. വേറെ കോമൺ ഫാക്ടർ ഇല്ല, 1 ആണ് വരിക. അപ്പം 18ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചോദിച്ചാൽ എന്തായിരിക്കണം, 2ലും ഡിവിസിബിൾ ആവണം, 9ലും ഡിവിസിബിൾ ആവണം. അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ എന്തായിരിക്കും, 18ലും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ. ഇനി 24 ചോദിച്ചു, എങ്ങനെ ചെയ്യാൻ പറ്റും. 24 ആണെങ്കിൽ 2 പോസിബിലിറ്റി വരും. 2, 12, അതുപോലെ തന്നെ 3 വരും. 3, 8 വരും. 2, 12 വരും. 3, 8 വരും. 6, 4 വരും. ഇതിൽ 2, 12 2 ഇരട്ടസംഖ്യകളാണ്. HCF 2 ആണ് വരിക. 3, 8 HCF എന്താ വരിക, 1 വരിക. കാരണം വേറെ കോമൺ നമ്പേഴ്സ് ഒന്നുമില്ല. 6, 4 2 പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 2 ഇരട്ടസംഖ്യകളായതുകൊണ്ട് HCF 2 വരും. അപ്പോൾ നമുക്കിവിടെ HCF 1 വരുന്ന കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത 3, 8 ആയിരിക്കും എന്തെന്ന് 24ന്റെ ഡിവിസിബിലിറ്റി റൂൾ. അപ്പം 3ഉം 8ഉം ചെക്ക് ചെയ്യണം. 24 ചോദിച്ചാൽ 3ഉം 8ഉം ചെക്ക് ചെയ്യണം. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 33ൻ്റെ നോക്കുകയാണെങ്കിൽ കൂടുതൽ പോസിബിലിറ്റി ഒന്നുമില്ല. 11ഉം 3ഉം ഇത് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പം എന്ത് ചെയ്യണം, 11ഉം 3ഉം എന്നായിരിക്കും എന്തെന്ന്, ഇതിൻ്റെ വേറെ കോമൺ ഫാക്ടറും ഇല്ല ഇതിൻ്റെ HCF എന്ത് 1 തന്നെയാണ്. 11ഉം 3ഉം ചെക്ക് ചെയ്യണം. അപ്പം അത് 2 ഓക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ആ നമ്പർ 33ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ. ഇനി 36 വരുന്ന സമയത്ത് 2, 3, 4 പോസിബിലിറ്റി വരും. പക്ഷേ അതിലിപ്പം 1, 2ഉം 18ഉം വരും അല്ലേ. 2, 18 വരും. അത് എന്തായാലും 2ഉം 18 2ഉം എന്താണ്, ഇരട്ട സംഖ്യയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 3ഉം 12 വരും. 3ഉം 12 നോക്കുകയാണെങ്കിൽ ഇതിൽ പിന്നെ 3, 12 3 കോമൺ ഫാക്ടറായിട്ട് വരും. HCF 3 ആയിട്ട് വരും. അപ്പോൾ അതും നടക്കില്ല. നെക്സ്റ്റ് വരുന്നത് 4ഉം 9ഉം വരും. 4, 9ലും എന്താണ്, HCF 1 ആണ് അല്ലേ. വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല, 1 തന്നെയാണ് കോമൺ ഫാക്ടർ 4ൻ്റെയും 9ൻ്റെയും. പിന്നെ വരുന്നത് 6ഉം 6ഉം ആണ്. അതും എന്താണ്, HCF എന്തിൻ്റെ വരും, 6 വരും. അപ്പം 4ഉം 9ഉം ആണ് എന്തെന്ന് 36ൻ്റെത് വരിക. 4, 9. അപ്പം 4ൻ്റെയും 9ൻ്റെയും റൂള് ഓക്കെ ആണെങ്കിൽ 36ഉം എന്തായിരിക്കും ആ നമ്പറിൽ ഡിവിസിബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഏത് നമ്പറിനെ വേണമെങ്കിലും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം 11 വരെയുള്ള നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിപ്പിച്ച രീതിയിൽ ചെയ്തു നോക്കുക. ബാക്കിയുള്ള സംഖ്യകളാണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, ഏതൊക്കെ നമ്പറാണ് വരുമോ നോക്കുക, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇത് വെച്ചിട്ട് 2-3 എക്സാമ്പിൾ ചെയ്തു നോക്കുക. അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്. ഇപ്പോൾ 12 നമ്മൾ ഓൾറെഡി പറഞ്ഞു, 4ഉം 3ഉമാണ് ചെക്ക് ചെയ്യേണ്ടത്. 12ന്റെ ചോദിച്ചാൽ നമുക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് എഴുതി നോക്കുക. 12ന്റെ 2, 6 ആണെങ്കിൽ 2 ആണ് കോമൺ. പിന്നെ വരുന്നത് 3, 4. 3, 4ലും വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല, 1 തന്നെയാണ് വരിക HCF. സോ അപ്പം 12ൻ്റെ എന്താ ചെയ്യുക, 3ഉം 4ഉം ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓർമ്മിക്കുക. ഓക്കെ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് വേണമെങ്കിൽ 4 ഉണ്ടെങ്കിൽ എന്തായാലും അത് ഇരട്ട സംഖ്യ ആയിരിക്കും ഉറപ്പാണ്. ഓക്കെ. അപ്പം 4ൻ്റെ പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം 4 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സൊക്കെ ഇരട്ട സംഖ്യകളായിരിക്കും ഓൾറെഡി. ഇപ്പം നമുക്ക് ഓപ്ഷനിലെല്ലാം ഇരട്ട സംഖ്യകളാണെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്കത് വെട്ടിക്കളയാം. ഒറ്റ സംഖ്യ ഉണ്ടെങ്കിൽ അപ്പം തന്നെ വെട്ടിക്കളയാം. അതിന് ശേഷം നമുക്ക് ബാക്കി റൂൾസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഓപ്ഷനിലേക്ക് വരാം. 1, 4, 1, 4, 4. അപ്പോൾ നമ്മൾ ആദ്യം 3 ചെക്ക് ചെയ്യാം. 3 ചെക്ക് ചെയ്ത് നോക്കാം. 4ഉം 1ഉം 5, 5, 1, 6, 6, 4, 10, 14. 14 3 ഡിവിസിബിൾ അല്ല, സോ അതല്ല. 2, 1, 3, 3, 1, 4, 4, 3, 7, 7, 4, 11. 11ലും 3 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 4, 2, 6, 6, 9, 15, 15, 3, 18, 18, 6, 24. 24ലും 3 ഡിവിസിബിൾ ആണ്.
അത് മാത്രം പോരാ, 3 ഡിവിസിബിൾ ആയാൽ മാത്രം പോരാ, 4 കൂടി ഡിവിസിബിൾ ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക, 36. 36ൽ 4 ഡിവിസിബിൾ ആണോ? ആണ്. കാരണം 9 × 4 ആണ് 36. ഓക്കെ, അപ്പം 4 ഡിവിസിബിൾ ആണ്. അപ്പം ഈ നമ്പറിൽ 3 ഡിവിസിബിൾ ആണ്, 4 ഡിവിസിബിൾ ആണ്. സോ എന്തായിരിക്കും ഈ നമ്പറിൽ 12 എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ചെയ്യുക. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 18ന്റെ ഗുണിതം ഏത്? അപ്പോൾ 18 പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 2ഉം 9ഉമാണ് വരുന്നത് അല്ലേ, 2ഉം 9ഉം. ബാക്കി പേയേഴ്സ് ഒന്നും നടക്കില്ല, കാരണം 3ഉം 6ഉമാണ്, പിന്നെ ബാക്കി ഒന്നും വരും, അത് ശരിയാവില്ല. അപ്പം 2ഉം 9ഉമാണ് 18ന്റെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം 2ൻ്റെ ഉണ്ടെങ്കിൽ ആദ്യം എപ്പോഴും 2 ഇരട്ട സംഖ്യയാണോ ശ്രദ്ധിക്കുക. എല്ലാം ഇവിടെ തന്നിരിക്കുന്നതിൽ 1 ഇരട്ട സംഖ്യയല്ല, കാരണം ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് അപ്പം തന്നെ വെട്ടിക്കളയാം. പിന്നെ 9 ആണെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യണം? നമ്പേഴ്സ് എല്ലാം കൂട്ടിയിട്ട് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 1ഉം 4ഉം 5, 5ഉം 0, 5ഉം 5ഉം 10, 10ഉം 12, 12 1 13, 13 4ഉം 17, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് 1 1 2, 2 3 5, 5 7 12, 12 6 18. 18 എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 2ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. സോ എന്താ പറയുക, നമുക്ക് ഈ നമ്പർ 2ൻ്റെയും ആണ് 9ൻ്റെ ആയതുകൊണ്ട് തന്നെ 18ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 45ൻ്റെ ഗുണിതം ഏത്? 45 പറയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഏതാണ് അതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യണ നമ്പർ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം 45 ഏതൊക്കെയാണ് പോസിബിൾ നോക്കണം. 15 × 3 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 9 × 5 45. നമുക്ക് ഏകദേശം മനസ്സിലാവും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ, കാരണം 15 3 എന്തായാലും വരില്ല, കാരണം ഇവിടെ 3 HCF വരും. അതുപോലെ തന്നെ 9 5 നമുക്കറിയാം, രണ്ടിലും കോമൺ ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നുമില്ല, HCF 1 തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ 45നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 9ഉം 5ഉം ആണ് യൂസ് ചെയ്യേണ്ടത്. 9ൻ്റെയും അതുപോലെ തന്നെ 5ൻ്റെയും ഡിവിസിബിൾ ആണ് നോക്കിയാൽ മതി. 5ൻ്റെ ആണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ 5ൻ്റെ ചെക്ക് ചെയ്യുക. 0 5 ലാസ്റ്റ് ഡിജിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അത് 5ൻ്റെ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലും 0 5 തന്നെയാണ് വരുന്നത്. അപ്പം അത് ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 9. ഓപ്ഷൻ എ നോക്കാം. 1 1 1 1 2, 2 6 8, 8 8 16, 16 2 18. 18 ആകുമ്പോൾ എന്തായിരിക്കും? 9ൽ ഡിവിസിബിൾ ആണ്. സോ അപ്പം 5ലും ഡിവിസിബിൾ ആണ്, 9ലും ഡിവിസിബിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും? 45ലും ആ നമ്പർ ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 45ൻ്റെ ഗുണിതമാണ് തന്നിരിക്കുന്ന ആ നമ്പർ. ആൻസർ എന്തായാലും ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കുന്നത്. അപ്പം ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം എക്സാംസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം എന്താണ് പഠിക്കുന്നത് വെച്ചാൽ 2 മുതൽ 11 വരെയുള്ള ഡിവിസിബിലിറ്റി റൂൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. അതിൽ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള നമ്പേഴ്സ് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ശ്രമിച്ച് നോക്കുക. എല്ലാ നമ്പേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും, അത്യാവശ്യം പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഒരു ടോപ്പിക്കും കൂടി ബാക്കിയുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. ഓക്കെ.